അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജോസ് കെ മാണി വളരെ കോൺഫിഡൻറ്റോടുകൂടി ഇന്നലെ വന്ന് പറഞ്ഞു, ആരെങ്കിലും വെള്ളം കോരി വെച്ചിട്ടുണ്ടെങ്കിൽ, ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പണച്ചോളൂ, വെള്ളം എടുത്തിട്ട് പൊക്കോളൂ, വേണമെങ്കിൽ കുടിച്ചോളൂ, കുളിച്ചോളൂ, ഞാനില്ല LDF-ലേക്ക്, അല്ല UDF-ലേക്ക്, ഞങ്ങൾ LDF-ൽ പാറ പോലെ ഉറച്ചു നിൽക്കും. ഇന്നത്തെ ദേശാഭിമാനി വാർത്തയാണ്. അപ്പോഴാണ് വീണ്ടും അടുത്ത വാർത്ത വരുന്നു, ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ നിൽക്കാൻ പോകുന്നു, മോൻസിന്റെ പണി പാളുമെന്നൊക്കെ കരക്കമ്പി. മോൻസ് ജോസഫ് അവിടെ വളരെ ശക്തമായ രീതിയിലാണ് ആ മണ്ഡലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വിജയ ജോസഫ് സാറിൻ്റെ നമ്മുടെ കേരള കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ അല്ല ജോസഫ് സാർ ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് മോൻസ് ജോസഫ് ഒരുപക്ഷെ സെക്കൻഡ്, അതായത് ജോസഫ് സാർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന നിരയിലെ പ്രധാനിയാണ്. നമ്മുടെ ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, നമ്മുടെ MP കോട്ടയം MP ഉണ്ട്, പിന്നെ മോൻസ് ജോസഫ് ഉണ്ട് കടുത്തുരുത്തി, പിന്നെ ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ വരുന്ന പ്രധാനിയാണ് മോൻസ് ജോസഫ്. അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോൾ LDF കാൻഡിഡേറ്റ് ആയിട്ട് പോകും എന്നാണ് കേൾക്കുന്നത്. UDF-ലേക്ക് ഇല്ല, ഞങ്ങൾ UDF-ൽ പോകുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ LDF-ൽ തന്നെ പാറ പോലെ ഉറച്ചു നിൽക്കും. ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയം ഇങ്ങനെയായിരുന്നു. ആദ്യം ലീഗായിരുന്നു ഒരു പ്രധാന കക്ഷി, ലീഗിനെ എടുക്കുക കൊടുക്കുക, അതിന് വലിയ പ്രശ്നമാണ് സംഭവിച്ചത്. അവസാനം CPM-നകത്ത് 2 ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. MV രാഘവനെ പുറത്താക്കേണ്ടി വന്നു. ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം ഉണ്ടായി. അവസാനം ലീഗ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് വിളിക്കണ്ട, ഞങ്ങൾ UDF-ൽ ഉറച്ചു കഴിഞ്ഞു, ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ LDF-ലേക്ക് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി വേറൊരു ലീഗൊക്കെ ഉണ്ട്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനൊരു മന്ത്രിയെ കൊണ്ടുകൂടെ, അഹമ്മദ് കോവറൊക്കെ മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പക്ഷേ എന്നാലും പ്രധാന മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ LDF-ന് കഴിഞ്ഞില്ല. അതുപോലെയാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വളരും തോറും പിള്ളരും തോറും വളരും. നമ്മളങ്ങനെയാണല്ലോ, കൃഷി അങ്ങനെയാണല്ലോ, കൃഷിക്കാരുടെ പാർട്ടിയാണല്ലോ, കൃഷി അങ്ങനെയാണല്ലോ. ഒരു വാഴ വെച്ചു, അതിൽ നിന്ന് ഒരുപാട് വാഴത്തൈകൾ ഉണ്ടാകും. ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ചെടി ഉണ്ടാകും, പലതും നശിക്കും. അപ്പോൾ വളരും തോറും പിള്ളരും തോറും വളരും. എത്ര കേരള കോൺഗ്രസ്സാണ് ഉള്ളത്? ഭരണകക്ഷിയിൽ തന്നെ 2 കേരള കോൺഗ്രസ് ബാലകൃഷ്ണനുള്ള നമ്മുടെ മന്ത്രി ഗണേഷിൻ്റെ, പിന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി, പിന്നെ അതുപോലെ ഇപ്പുറത്താണെങ്കിൽ പിന്നെ അതുപോലെ കേരള കോൺഗ്രസ് കറിയ തോമസ്, പിന്നെ ആന്റണി രാജു, കുറേ ഉണ്ട്, ഒരു 10-20 എണ്ണം ഉണ്ട്. ഇപ്പുറത്താണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ്, പിന്നെ അനു ജേക്കബ് ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേരള കോൺഗ്രസിൽ. എന്തായാലും ജോസ് കെ മാണി കട്ടായം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ടേക്കില്ല, ഞാൻ കടുത്തുരുത്തിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, ഞാൻ പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് പോകാൻ പോവുകയാണ്, കടുത്തുരുത്തിയിലാണ് ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഉപോദ്ബലകമായി കഴിഞ്ഞൊരു 5-6 മാസം മുമ്പ് ഏഷ്യാനെറ്റിലും ഇന്ത്യ ന്യൂസ് 18-ലുമൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു. കടുത്തുരുത്തിയിലെ വീടുകളിലും അവിടുത്തെ പള്ളികളിലും അവിടുത്തെ പൊതുപരിപാടികളിലും ജോസ് കെ മാണിയുടെ സാന്നിധ്യം നന്നായി ഉണ്ട്. അപ്പം അന്നേ ഉറപ്പിച്ചിരുന്നു, LDF-ലാണെങ്കിൽ തീർച്ചയായും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ നിൽക്കും. ഇനി ഇതിൻ്റെ ഒരു കരക്കമ്പി എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് പൊളിറ്റിക്കൽ ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ, UDF-ലേക്ക് വന്നു എന്ന് വിചാരിക്കുക നമ്മുടെ ജോസ് കെ മാണി, എന്നാലും പാലായിൽ മാണി സി കാപ്പനോട് നിന്ന് തോറ്റു പോകാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഒരു ഓപ്ഷൻ കടുത്തുരുത്തിയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മോൻസ് ജോസഫ് മാറുമോ എങ്കിൽ എവിടെ, ഏറ്റുമാനൂർ നിൽക്കുമോ അതോ മറ്റു സ്ഥലത്തേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും ചങ്ങനാശ്ശേരി, ഇടുക്കി, ഇങ്ങനെ പല പേരുകളും പറഞ്ഞു കേട്ടെങ്കിലും അവസാനം കടുത്തുരുത്തിയിലേക്ക് തന്നെ നമ്മുടെ ജോസ് കെ മാണി പോകുന്നു. അത് LDF കാൻഡിഡേറ്റ് ആയിട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്ത. പക്ഷേ UDF-ലേക്ക് ഞാനില്ല, പാറ പോലെ ഇവിടെ ഉറച്ചു നിൽക്കും. പക്ഷേ രാത്രി പാറയാണെങ്കിൽ രാവിലെ ഐസാകുന്നതാണ് രാഷ്ട്രീയം.